അപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം റിലീസ് ചെയ്യായിരുന്നതാണ്. പക്ഷേ മഴയൊക്കെ പ്രശ്നങ്ങൾ കാരണം എല്ലാവരും ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഓഗസ്റ്റിലേക്ക് റിലീസാക്കിയത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുളക് കൊടുത്ത് ഞാനും അഖിലേട്ടനൊക്കെയുള്ള ഒരു പ്രധാന വിഷയമായിരുന്നു പടം. ഇനി പുതിയൊരു ബിഗ് ബോസ് സീസൺ വരാൻ പോകുകയാണ്. അതെ അതെ. അപ്പോൾ എന്താണ് ഒരു മിസ്സായിട്ട് തോന്നുന്നുണ്ടോ കഴിഞ്ഞ സീസണിൽ ചെയ്തപ്പോൾ? ഒന്നുമില്ല, ഇപ്പോൾ അടുത്ത വരുമ്പോൾ ഞാൻ എക്സൈറ്റഡ്. ആരൊക്കെ വരുന്നു, ഇപ്പോൾ ഭയങ്കര റൂമേഴ്സ് ആണല്ലോ വരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ. അവരെല്ലാം ആണോ വരുന്നതെന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വരുമ്പോൾ നല്ല രീതിയിൽ വരട്ടെ. ആ ഷോ സക്സസ്ഫുൾ ആവണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ആ ഷോയിലൂടെ വന്ന ഒരാൾ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സക്സസ്ഫുൾ ആകട്ടെ, ആര് വന്നാലും സക്സസ് ആവട്ടെ. എത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല ബിഗ് ബോസ് ലൈഫിൽ? അങ്ങനെയല്ല, ബിഗ് ബോസ് കാരണം ഒരു ട്രെൻഡിങ്ങിലായ ആളാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് എത്രത്തോളം ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ലൈഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ മൂവീസ് എൻ്റെ ഡ്രീമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു 3-4 മൂവീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ ബിഗ് ബോസ് വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്കത് നടക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഫെയിം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം വന്ന് കാണുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രൊഡ്യൂസർമാർ മുന്നോട്ട് വരും. അങ്ങനെ ഒരു 3-4 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസ് കൊണ്ട് നേടി കിട്ടിയതാണ്, അല്ലാതെ കിട്ടിയത്. പുറത്തുള്ള ആളുകൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയത് ബിഗ് ബോസിലൂടെ മാത്രമല്ല. അതെ അതെ. ഞാനൊട്ടും ഫെയിം ഇല്ലാത്ത ഒരാളാണ്. ഞാനപ്പം അന്ന് ബിഗ് ബോസിൽ വന്ന് ഫെയിമായ ഒരാളാണ്. എനിക്ക് ഒരുപാട് പോസിറ്റീവായിരുന്നു. ഞാൻ ഇറങ്ങിയത് എനിക്കൊരു സിനിമ വന്നു, അതാണ് ഇപ്പോൾ ഓഗസ്റ്റ് റിലീസാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 പ്രോജക്ട്സ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം കാരണം കിട്ടിയത്. ഓഗസ്റ്റ് റിലീസാകുന്ന മൂവിയുടെ പേരെന്താണ്? അത് മുള്ളംകുഞ്ഞ്, അഖിൽ മാരാർ, ഞാൻ അങ്ങനെ കുറച്ച് പേരുണ്ട്. കോട്ടയം അഖിലേട്ടൻ പ്രധാന വേഷം, ഞാനും പ്രധാന വേഷം. വേറെ ബിഗ് ബോസിലെ കുറച്ച് പേര് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസ് അഖിൽ മാരാറുണ്ട്, പിന്നെ സെറീന. അപ്പോൾ അവരാണ് ഞങ്ങൾ 3 പേരാണ് ബിഗ് ബോസ്. പിന്നെ അല്ലാതെ കോട്ടയം രമേശ്, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, നവാസ് വളിക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത ഓരോ സീസൺ കഴിയുന്തോറും വീണ്ടും നിങ്ങൾ ജനങ്ങളിലേക്ക് ഇടയ്ക്കുന്നത്. അതാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് 1ാം സീസണിൽ വന്ന ആൾ മുതൽ ഓരോ സീസൺ വരുമ്പോഴും നിങ്ങൾ പിന്നെയും ചർച്ചയിലേക്ക് വരുവാണ്. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കും. എങ്ങനെ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ ഞാൻ ആരും അറിയാത്തൊരു വ്യക്തിയെ ഇപ്പം ഇന്ന് കുറേ ജനങ്ങൾ അറിയാൻ കാരണം ബിഗ് ബോസ് ആണ്. അപ്പോൾ അവരോട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റും. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ പൊതുവേ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ പ്രീവിയസ് സീസണിലെ ആൾക്കാരുടെ അവരുടെ ഒരു എൻട്രി, അങ്ങനെ ഒരു ചലഞ്ചറൊക്കെ. അങ്ങനെയാണെങ്കിൽ അഭിഷേക് ചാൻസ് കിട്ടിയാൽ അതിൽ റെപ്രസെന്റ് ചെയ്യുമോ? ഇല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒന്ന് നമ്മൾ ബിഗ് ബോസ് എന്ന ഫേസ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മൾ ആക്ടിങ്, മൂവീസ് എന്നുള്ളൊരു ഫേസോട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറണം എന്നില്ല. അത് വന്ന വഴി മറക്കുന്നുകൊണ്ടല്ല, നമ്മളെപ്പോഴും നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, മുന്നോട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു തിങ്കിങ്. മൂവിയിലാണെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഏത് ടൈപ്പാണ്? വില്ലനോ ഹീറോയോ? എനിക്ക് ചാലഞ്ച് ആവുന്ന എന്ത് ക്യാരക്ടർ ഞാൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഓർമ്മ അങ്ങനെ തന്നെയാണ്. ഇനി വരാൻ പോകുന്നതും അങ്ങനത്തെ ഒരു സാധനങ്ങൾ തന്നെയാണ്. എന്താണ് ക്യാരക്ടർ വരാൻ പോകുന്നത്? അതൊക്കെ തിയേറ്ററിൽ കാണുമ്പോഴേ. കോമഡിയാണോ ആക്ഷനാണോ എന്താണ്? കോമഡി ഭയങ്കര ടഫാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതൊന്ന് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ബാക്കി നമുക്ക് ഇമോഷൻ ആണെങ്കിലും ബാക്കി മാസ് കാണിക്കാനാണെങ്കിലും എല്ലാം നമുക്ക് പറ്റും. പക്ഷേ കോമഡി ഇച്ചിരി ടഫാണ്. ചെയ്യണമെന്നുണ്ട്. ചെയ്ത് ഫ്ലോപ്പായാൽ തീർന്നു, അവിടെ വെച്ച് തീർന്നു, കരിയർ ഇല്ലാണ്ടായി. ഓക്കെ, താങ്ക് യു.